കൊച്ചിയിൽ ഒരു കണ്ടെയ്നർ ലോറി കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളാണ് പുറത്തുവരുന്നത്. ഈ ലോറിയിലെത്തിയ മോഷണത്തിനായി എത്തിയ ഈ സംഘം ചില്ലറക്കാരല്ലെന്നാണ് പോലീസിന്റെ നിഗമനം. പിടിയിലായ മുഖ്യപ്രതി സൈഗുളു എന്നയാൾക്കെതിരെ 3 സംസ്ഥാനങ്ങളിലായി 10 കേസുകളുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പിടികൂടിയ കണ്ടെയ്നർ ലോറിയിൽ കണ്ടെത്തിയ ഗ്യാസ് കട്ടറും ഗ്ലാസ് കട്ടറും സംഘം എത്തിയത് മോഷണം ലക്ഷ്യമിട്ടാണെന്ന് ഉറപ്പിക്കുന്നതായി പോലീസ്. കണ്ടെയ്നർ ലോറിയിലെത്തിയ കവർച്ച സംഘത്തിലെ അംഗങ്ങളായ സൈഗുൾ ഹനീഫും സുധം ഇയാസും നാസിർ അഹമ്മദ് അമിനും ചില്ലറക്കാരല്ലെന്ന് പോലീസ് പറയുന്നു. കണ്ടെയ്നർ ലോറിയും ഇതിലുണ്ടായിരുന്ന AC-യും അനുബന്ധ സാധനങ്ങളുമൊക്കെ സംബന്ധിച്ച് ഇവർ പറയുന്നത് പോലീസ് പൂർണ്ണമായും മുഖവിലേക്ക് എടുത്തിട്ടില്ല. ലോറി തന്നെ മോഷ്ടിച്ചതാണോ എന്ന് സംശയിക്കുന്നു. ഗ്യാസ് കട്ടറും ഗ്ലാസ് കട്ടറുമൊക്കെ ലോറിയിൽ നിന്ന് കണ്ടെടുത്തതോടെ മോഷണം ലക്ഷ്യമിട്ട് തന്നെയാണ് ഇവർ എത്തിയതെന്ന് ഉറപ്പിക്കുകയാണ് പോലീസ്. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ നിന്ന് മോഷ്ടിച്ച കാറുമായി സംഘം കൊച്ചിയിലേക്ക് കടന്നിട്ടുണ്ടെന്ന് തമിഴ്നാട് പോലീസ് നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് 3-അംഗ സംഘം പിടിയിലായത്. കണ്ടെയ്നറുമായി വരുന്ന വഴി ചെറുവാഹനങ്ങൾ മോഷ്ടിക്കും. പിന്നീട് കണ്ടെയ്നർ എവിടെയെങ്കിലും പാർക്ക് ചെയ്തതിനു ശേഷം ഈ ചെറുവാഹനത്തിൽ കറങ്ങി ഇതിനടുത്ത പ്രദേശത്ത് മോഷണം നടത്തുന്നതാണ് രീതിയെന്ന് പിടിയിലായവർ പോലീസിനോട് സമ്മതിച്ചു. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് മോഷ്ടിച്ച കാർ 15 കിലോമീറ്ററോളം ദൂരം മാറി ഉപേക്ഷിച്ചതായാണ് പ്രതികളുടെ മൊഴി. ATM കവർച്ച സംഘത്തിൽപ്പെട്ടവരാണ് പ്രതികളെന്നാണ് പോലീസ് നൽകുന്ന സൂചന. സൈഗുളിന്റെ പേരിൽ ഡൽഹി, രാജസ്ഥാൻ, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലായാണ് 10 കേസുകളുള്ളത്. മറ്റുള്ളവരുടെ പേരുകളിലും ഏതാനും കേസുകളുണ്ട്. ഇവരെ ഏറ്റുവാങ്ങാൻ തമിഴ്നാട് പോലീസ് എത്തിയിട്ടുണ്ട്. അതേസമയം നേരത്തെ തമിഴ്നാട്ടിൽ പിടികൂടിയ സമാന തരത്തിലുള്ള കേസുമായി ഈ സംഭവത്തിന് ബന്ധമുണ്ടോ എന്നതടക്കം തമിഴ്നാട് പോലീസ് പരിശോധിക്കും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.